ഇടത് മതനിരപേക്ഷത ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് സംശയമുയർന്നതായി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നടത്തിയ പ്രസ്താവന ഇടതുമുന്നണിക്കുള്ളിൽ ഗൗരവമായ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു. അരുവിക്കരയിൽ ഇടത് വോട്ടുകൾ ഭിന്നിപ്പിച്ച് BJP നേട്ടമുണ്ടാക്കിയ സാഹചര്യത്തിൽ കാനത്തിന്റെ പ്രസ്താവന ഏറെ പ്രസക്തമാണ്. ഭൂരിപക്ഷ വോട്ടുകൾ ലക്ഷ്യമാക്കിയുള്ള ചൂടുമാറ്റത്തിന്റെ സൂചനയായി കാനത്തിന്റെ പ്രസ്താവന വിലയിരുത്തപ്പെടുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ഘടകകക്ഷികൾക്കിടയിൽ ഏകാഭിപ്രായത്തിന് സാധ്യത കുറവാണ്. ഇടത് മതനിരപേക്ഷത എന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് സംശയമുയർന്നതായാണ് കാനം രാജേന്ദ്രൻ കണ്ണൂരിൽ പറഞ്ഞത്. ഇടതും ഹിന്ദുത്വവും തമ്മിലുള്ള അതിർവരമ്പ് നേർത്തതായി. ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിന് പുനർചിന്തനം വേണമെന്നും അടവുനയത്തിൽ കാലോചിതമായ മാറ്റം വേണമെന്നും കാനം വ്യക്തമാക്കുകയുണ്ടായി. ഈ രണ്ട് ചിന്താധാരകൾ തമ്മിലുള്ള ആ പ്രത്യയശാസ്ത്രപരമായ എതിർപ്പിന്റെ അവ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി വരമ്പ് ചെറുതാകുന്നുണ്ടോ എന്ന് ഇടതുപക്ഷം ആത്മപരിശോധന നടത്തണം. പുതിയ സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം വസ്തുനിഷ്ഠമായി അപഗ്രഥിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷം തയ്യാറാകേണ്ടതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ ഉള്ള ഇടതുപക്ഷ പാർട്ടി. കാനത്തിന്റെ പ്രസ്താവന മുന്നണിക്കുള്ളിൽ ഗൗരവമായ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. BJP വളർച്ച പ്രാപിക്കുമ്പോൾ പരമ്പരാഗതമായി ഇടതിന് ലഭിച്ചിരുന്ന ഭൂരിപക്ഷ സമുദായ വോട്ടുകളിലാണ് അത് വിള്ളലുണ്ടാക്കുന്നതെന്ന് അരുവിക്കരയിലെ ജനവിധി വ്യക്തമാക്കിയിരുന്നു. UDFന്റെ ന്യൂനപക്ഷ പീഡനങ്ങളിൽ അതൃപ്തിയുള്ള മറ്റു സമുദായാംഗങ്ങൾ BJPയിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത്. സാമുദായിക ധ്രുവീകരണം ശക്തമാകുന്ന പക്ഷം കാൽച്ചുവട്ടിലെ മണ്ണ് ചോരുക ഇടതുപക്ഷത്തിനാകും എന്ന തിരിച്ചറിവാണ് കാനത്തിന്റെ പ്രസ്താവനയ്ക്ക് കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതുവരെ മുന്നണി ഉയർത്തിപ്പിടിച്ചിരുന്ന മതനിരപേക്ഷത സംശയിക്കപ്പെടുന്നതാണെന്ന് കാനം പറയുമ്പോൾ ഭൂരിപക്ഷ സമുദായങ്ങളെ ആകർഷിക്കാൻ കൂടുതൽ നയപരിപാടികൾ വേണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തം. വരും ദിവസങ്ങളിൽ ഈ വിഷയം മുന്നണിക്കുള്ളിൽ കൂടുതൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.